ലോക ജനത മാത്രമല്ല, ഭൂഖണ്ഡത്തിലെ വൻ ശക്തികൾ വരെ ഉറ്റുനോക്കുന്ന ഒരു മനുഷ്യൻ ഈ കാലഘട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് എലോൺ മസ്ക് എന്നാണ്. ശൂന്യതയിൽ നിന്ന് മനുഷ്യരാശിയെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ അനുദിനം ചെയ്യുന്ന എലോൺ മസ്ക് എങ്ങനെ ഇങ്ങനെയൊരു അത്ഭുത പ്രതിഭാസമായി മാറിയെന്നറിയാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. മസ്കിന്റെ ജീവിതത്തിലുമുണ്ട് കറുത്ത പാടുകൾ, പരാജയങ്ങൾ, തിരിച്ചടികൾ, ഉയർത്തെഴുന്നേൽപ്പുകൾ, അങ്ങനെയെല്ലാം. പക്ഷേ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ മനുഷ്യൻ മനുഷ്യകുലത്തെ ആശ്ചര്യപ്പെടുത്തുന്ന പലതും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് റോക്കറ്റിൽ പോവുക, ബഹിരാകാശ ടാക്സി സർവീസ്, ലോകം മുഴുവൻ വൈഫൈ, 2050 ചൊവ്വായിൽ കോളനി ഉണ്ടാക്കി 10 ലക്ഷം ആളുകളെ താമസിപ്പിക്കുക. കേട്ടവരെല്ലാം പരിഹസിച്ച ആശയങ്ങൾ, ഭ്രാന്തൻ ചിന്തകളെന്ന് മറ്റുള്ളവർ തള്ളിപ്പറഞ്ഞ പദ്ധതികളിൽ അണുവിട മാറ്റം വരുത്താതെ യാഥാർത്ഥ്യമാക്കി കാണിച്ചു കൊടുക്കാൻ കെൽപ്പുള്ളവൻ ഇലോൺ മസ്ക് എന്ന എലോൺ റീവ് മസ്ക്. ഒറ്റ ട്വീറ്റിൽ ഓഹരി വിപണി ഇളക്കി മറിക്കുന്ന ആ കച്ചവടക്കാരൻ ട്വിറ്ററിന്റെ കൂടി ഉടമയാണ്. $4.4 കോടി ആ വമ്പൻ ഇടപാട് നടന്നത്. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 3.36 ലക്ഷം കോടി രൂപ. മസ്കിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അത് അധികമാവില്ല. ബഹിരാകാശ യാത്രകൾ, ഇലക്ട്രിക് കാറുകൾ, സോളാർ ബാറ്ററികൾ, ന്യൂറാലിങ്ക്, ഹൈപ്പർലൂപ്പ്, ശാസ്ത്രലോകത്തെ അത്ഭുതങ്ങളെ ബിസിനസ്സാക്കി മാറ്റി നമ്മെ അത്ഭുതപ്പെടുത്തിയ ഇലോൺ മസ്കിനും ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ പറയാനുണ്ട്. തകർന്ന് തരിപ്പണമായെടുത്തു നിന്നാണ് ഇലോൺ മസ്ക് എന്ന ഭൂമിയിലെ ഏറ്റവും വലിയ കോടീശ്വരനുണ്ടായത്. വട്ടപൂജ്യത്തിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്കുള്ള ഇലോൺ മസ്കിന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. തിരസ്കാരങ്ങളുടെയും നഷ്ടങ്ങളുടെയും അധ്വാനത്തിന്റെയും കഥകൾ അദ്ദേഹത്തിന് ധാരാളമുണ്ട്. കോവിഡ് തകർത്ത 2020 എന്ന ഒറ്റ വർഷം കൊണ്ട് മസ്ക് വാരിക്കൂട്ടിയത് $150 ബില്യൺ വരുമാനമാണ്. എത്ര പ്രതിസന്ധിയും തരണം ചെയ്യാൻ ആത്മവിശ്വാസം മാത്രം മതിയെന്ന് തെളിയിച്ച ആ മനുഷ്യന് ഒരുപക്ഷെ ആ നേട്ടം ചെറുതായിരിക്കാം. പക്ഷേ ദീർഘവീക്ഷണം കൊണ്ടും കാലത്തിനതീതമായ ചിന്തകൾ കൊണ്ടും ലോകത്തിന് പകരം വെക്കാനില്ലാത്ത മാതൃകയാണ് മസ്ക്. അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കൈപ്പിടിയിൽ ഒതുക്കി ദീർഘവീക്ഷണത്തോടെ ബിസിനസ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ വിദഗ്ധനാണ് മസ്ക്. അത് തന്നെയാണ് വിജയമന്ത്രം. ബിസിനസ് പ്ലാനുകൾ ലോകം മനസ്സിൽ കാണുമ്പോഴേക്കും മസ്ക് അത് പ്രാവർത്തികമാക്കിയിരിക്കും. സ്കൂളിൽ നിന്ന് തുടങ്ങിയ പരിഹാസത്തിൽ നിന്ന് ചെറു സംരംഭകനിലേക്കും അതിൽ നിന്ന് 2 പ്രധാന കമ്പനികളുടെ, അതായത് സ്പേസ് എക്സ്, ടെസ്ല CEO പദവിയിലേക്കും വളരാൻ മസ്കിനെ സഹായിച്ചതും ആ ദീർഘവീക്ഷണമാണ്. സ്പേസ് ടൂറിസത്തെക്കുറിച്ച് ലോകം കേട്ടു തുടങ്ങുന്നതിനും 18 വർഷം മുൻപാണ് മസ്ക് ഈ ആശയവുമായി എത്തിയത്. അന്ന് നീൽ ആംസ്ട്രോങ് ഉൾപ്പെടെയുള്ളവർ മസ്കിന്റെ ആശയത്തെ തള്ളിപ്പറഞ്ഞു എന്നത് ചരിത്രം. 1971 ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ ഒരു സാധാ കുടുംബത്തിലാണ് മസ്കിന്റെ ജനനം. എഞ്ചിനീയറായിരുന്ന എറോൾ മസ്കിന്റെയും മോഡലും ഡയറ്റീഷ്യനുമായിരുന്ന മെയ് മസ്കിന്റെയും 3 മക്കളിൽ മൂത്തയാണ്. 9-ാം വയസ്സിൽ മാതാപിതാക്കളുടെ വേർപിരിയൽ, പൊതുവെ അന്തർമുഖൻ, പറയത്തക്ക സുഹൃത്തുക്കളൊന്നുമില്ല. സ്കൂൾ കാലം കൂട്ടുകാരിൽ നിന്ന് കളിയാക്കലും തല്ലുകൊള്ളലും സ്ഥിരമായിരുന്നു അദ്ദേഹത്തിന്. മാതാപിതാക്കളുടെ വേർപിരിയൽ മസ്കിനെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു എന്നത് പല വേദികളിലും അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ ഒരു ചെറിയ ഹെഡ്സെറ്റും വെച്ച് കമ്പ്യൂട്ടറിന്റെ മുൻപിൽ കണ്ണടച്ചിരിക്കുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അക്കാലത്ത് കമ്പ്യൂട്ടറും പുസ്തകങ്ങളുമായിരുന്നു മസ്കിന്റെ ലോകം. കമ്പ്യൂട്ടർ ഗെയിമുകളോട് ഏറെ ഇഷ്ടമായിരുന്ന മസ്ക് ധാരാളം സമയം അതിനായി ചെലവഴിച്ചു. തൻ്റെ ഏകാന്തതയിൽ ഗെയിമിനോട് തനിക്കുണ്ടായ ആ കൗതുകവും താല്പര്യവും അവിടെ നിന്നില്ല. ഗെയിമുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്നായി ചിന്ത. ഇതേക്കുറിച്ചായി പിന്നീട് വായനയും പഠനവും. കോഡിംഗ് എല്ലാം സ്വയം പഠിച്ച് മസ്ക് സ്വന്തമായി ഗെയിം നിർമ്മിച്ചു.
12-ാം വയസ്സിൽ നിർമ്മിച്ച ബ്ലാസ്റ്റേഴ്സ് എന്ന ഗെയിം $500 അന്ന് വിറ്റത്. ആദ്യ നേട്ടം. ഒരുപാട് സന്തോഷത്തോടു കൂടി മസ്ക് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മസ്കിന്റെ ബിസിനസ് മൈൻഡ് അവിടെയും നിന്നില്ല. സാമാന്യം വലിപ്പമുള്ള തൻ്റെ വീട് അവധി ദിവസങ്ങളിൽ പാർട്ടി നടത്താൻ നൽകി മസ്ക് അതിൽ നിന്നും പോക്കറ്റ് മണി ഉണ്ടാക്കി. എക്കണോമിക്സിലും ഫിസിക്സിലും പെൻസിൽവാനിയയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ മസ്ക് പിന്നീട് പോയത് കാലിഫോർണിയയിലേക്കാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എനർജി ഫിസിക്സിൽ PhDക്കായി പോയ മസ്ക് ബിസിനസ്സാണ് തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ് 2-ാം ദിവസം പഠനം ഉപേക്ഷിച്ചു. സഹോദരനൊപ്പം SIP2 എന്ന പേരിൽ വാർത്താ വെബ്സൈറ്റ് ആരംഭിച്ചു. $20,000 കൊണ്ട് ആരംഭിച്ച SIP2 2 വർഷങ്ങൾക്കപ്പുറം ആ സഹോദരൻ വിറ്റത് $307 മില്യൺ. പിന്നീട് X.com എന്ന പേരിൽ മറ്റൊരു കമ്പനി ആരംഭിച്ചു. ഓൺലൈൻ ബാങ്ക് ആയിരുന്നു X.com. ഓൺലൈൻ ബാങ്ക് ആയിരുന്ന X.comനെ $1.5 ബില്യൺ കൊടുത്ത് പിന്നീട് eBay സ്വന്തമാക്കി. പിന്നീട് അതാണ് ലോക പ്രശസ്ത പണമിടപാട് ആപ്പായി മാറിയ പേപ്പാൽ. പിന്നീട് അങ്ങോട്ട് സമൂഹം, ഈ ലോകം ഭ്രാന്തൻ എന്ന് വിളിച്ച് പരിഹസിക്കുന്ന ചില ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം. അതെ, സ്പേസ് എക്സിന്റെ പിറവി. പലതവണ മനസ്സിലുറപ്പിച്ച സ്പേസ് ടൂറിസം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്. 2002 ചെലവ് ചുരുക്കി ബഹിരാകാശ യാത്ര എന്ന ആശയത്തിൽ സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് എന്ന കമ്പനി മസ്ക് തുടങ്ങുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സ്പേസ് എക്സ് അതിൻ്റെ പ്രവർത്തന മേഖലയിൽ മികവ് തെളിയിക്കുകയും വിശ്വസ്തത ആർജിക്കുകയും ചെയ്തു. 2008 അന്താരാഷ്ട്ര ബഹിരാകാശത്തിലേക്കുള്ള കാർഗോ ഗതാഗതത്തിന് നാസ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ടു. 2012 മെയ് 22 ആ ചരിത്ര നിമിഷം. ലോകത്താദ്യമായി ഒരു സ്വകാര്യ കമ്പനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിച്ചു. ഇലോൺ മസ്കിനെ ലോകം ആരാധനയോടെ നോക്കിയ നിമിഷമായിരുന്നു അത്. ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞിരുന്ന ബഹിരാകാശ യാത്രക്കാർക്കായി 1000 പൗണ്ട് അവശ്യ സാധനങ്ങളുമായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചു പൊങ്ങി. 2013 2015 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 വീണ്ടും വാർത്ത സൃഷ്ടിച്ചു. 2007 മാർച്ചിൽ സ്പേസ് എക്സിന്റെ സ്വപ്ന പദ്ധതിയായ പുനരുപയോഗ സാധ്യതയുള്ള റോക്കറ്റ് വിക്ഷേപണവും വിജയം കണ്ടു. ഫാൽക്കൺ ഹെവിയുടെ മറ്റൊരു ശ്രദ്ധേയമായ ബഹിരാകാശ യാത്ര 2018 ഫെബ്രുവരി 6 അമേരിക്കയിൽ ഫ്ലോറിഡയിലുള്ള കേപ്പ് കാനവാറിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ചെറിയ നിറത്തിലുള്ള ടെസ്ല കാറിനെയും അതിലിരുത്തിയ സ്റ്റാർമാൻ എന്ന പാവമനുഷ്യനെയും വഹിച്ചാണ് ഫാൽക്കൺ ഹെവി അന്ന് കുതിച്ചു പൊങ്ങിയത്. 2021 മെയ്യിൽ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഡ്രാഗൺ ക്യാപ്സ്യൂളിലേറി സഞ്ചാരികൾ ചരിത്രത്തിലേക്ക് കുതിച്ചു. നാളെ ഭൂമി വാസയോഗ്യമല്ലാതായാലും മനുഷ്യന് പാർക്കാൻ ഇടമില്ലാതാകരുത് എന്ന ചിന്തയാണ് മസ്കിനെ ബഹിരാകാശത്ത് മനുഷ്യ കോളനി സ്ഥാപിക്കണമെന്ന ആലോചനയ്ക്കായി പ്രേരിപ്പിച്ചത്. 2004 മസ്ക് വരുമാനത്തിന്റെ ഭൂരിഭാഗവും ടെസ്ല എന്ന ഇലക്ട്രിക് കാർ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അന്ന് കമ്പനി അത്ര നല്ല നിലയിലല്ലായിരുന്നു. പക്ഷേ മസ്ക് അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ കമ്പനി തകർന്നടിഞ്ഞു. പിന്നോട്ടില്ലെന്ന ഉറച്ച വാശിയിൽ ആ വർഷം തന്നെ ഒറ്റ ചാർജിങ്ങിൽ 320 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന റോഡ്സ്റ്റർ കാർ പുറത്തിറക്കി കമ്പനി വീണ്ടും ഉയർന്നു. വാടക കൊടുക്കാൻ വരെ ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത് നിന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് മസ്ക് നടന്നു തുടങ്ങി. തളരാത്ത മനസ്സും കഠിനാധ്വാനവുമായിരുന്നു കൈമുതൽ. അക്കാലത്ത് 20 മുതൽ 22 മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്നതായി പലവട്ടം പല വേദികളിൽ പല അഭിമുഖങ്ങളിൽ മസ്ക് പറഞ്ഞിട്ടുണ്ട്. 2013 സോളാർ സിറ്റി സ്ഥാപിച്ച് മസ്ക് വീണ്ടും ഞെട്ടിച്ചു. ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ സോളാർ കമ്പനികളിൽ ഒന്നാണ് സോളാർ സിറ്റി. തീർന്നില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് മസ്ക് പിന്നെ കൈവച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. സാങ്കേതിക വിദ്യകൾക്ക് വേണ്ടിയുള്ള ഓപ്പൺ AI എന്ന നോൺ പ്രോഫിറ്റ് കമ്പനി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച് കമ്പ്യൂട്ടറുമായി സംവേദനം സാധ്യമാക്കുന്ന ന്യൂറാലിങ്ക്, അതിവേഗ യാത്ര സാധ്യമാക്കുന്ന ഹൈപ്പർ ലൂപ്പ് എന്ന ഗതാഗത സാങ്കേതിക വിദ്യയായിരുന്നു മറ്റൊന്ന്.
മസ്കാണ് ഇങ്ങനെ ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. വായുമർദ്ദം കുറഞ്ഞ ഒരു കുഴലിലൂടെ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ ഒരു പോഡിൽ സഞ്ചരിക്കുന്ന ഗതാഗത സംവിധാനം. ഈ സാങ്കേതിക വിദ്യ ഓപ്പൺ സോഴ്സ് ആക്കി മാറ്റുകയും മറ്റ് കമ്പനികൾക്ക് അത് സ്വന്തം നിലയിൽ വികസിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്തു. ഹൈപ്പർ ലൂപ്പിന് വേണ്ടിയുള്ള ടണലുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുന്ന ദി ബോറിംഗ് കമ്പനിക്കും മസ്ക് നേതൃത്വം നൽകുന്നു. എലോൺ മസ്ക് എന്ന ഭ്രാന്തൻ ആശയക്കാരനെ ബുദ്ധിരാക്ഷസനായ ബിസിനസ്സുകാരനായി ലോകം അംഗീകരിക്കാൻ ആരംഭിച്ചിട്ട് അധികമായിട്ടില്ല. കോളേജ് ബിരുദമില്ലെങ്കിൽ വേണ്ട, സ്കില്ലുണ്ടെങ്കിൽ വരൂ, നിങ്ങൾക്ക് ജോലി തരാമെന്ന് സ്വന്തം ജീവിതം കാണിച്ചാണ് മസ്ക് യുവാക്കളെ വിളിക്കുന്നത്. പരിശ്രമത്തിലൂടെ അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ സാധാരണക്കാർക്കും കഴിയുമെന്ന് തെളിയിക്കലാണത്. റിയൽ ലൈഫ് അയൺമാൻ എന്ന് ലോകം അഭിമാനത്തോടെ അദ്ദേഹത്തെ വിളിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. ലോകത്തിന്റെ ഭാവി ഭൗതിക ശാസ്ത്രത്തിന്റെ വഴിയിലൂടെയാണ് ഉറച്ചു വിശ്വസിക്കുന്ന മസ്കിൽ നിന്ന് ഇനി എന്ത് അത്ഭുതമാണ് വരാനിരിക്കുന്നത് എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ലോകം. ബെർലിനിൽ പഠിച്ചിറങ്ങിയ ഈ കഥ കേട്ട ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഓൾ ഓഫ് us ആർ ടാലന്റഡ് ഇൻ അവർ ഓൺ യുണീക് വേ. നമുക്ക് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാനും നമ്മുടെ കഴിവുകളെ മറ്റുള്ളവരുടെ ചിന്താശേഷിക്കും അപ്പുറത്തേക്ക് വികസിപ്പിക്കാനും കഴിയണം. യു ആർ ബോൺ ടു വിൻ. താങ്ക് യു.